5-year-old ചൈൽഡ് ആണ് അല്ലെ, 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷന് വേണ്ടി നമ്മൾ ഒരിക്കലും എക്സ്റേയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ USG നമ്മൾ എടുക്കാറില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവോളി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള പാരാമീറ്റർ എന്താണ്? ഓപ്ഷൻ ബി മിലിയാണ്, സ്മോൾ വൈറ്റ് ബംപ് അല്ലെ, സ്മോൾ വൈറ്റ് ബംപ്. നോക്കിയേ, അവിടെ ഒരു അനഫൈലാക്ടിക് റിയാക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന പോലെ ഈ അടുത്തിടയ്ക്ക് കുവൈറ്റ് പ്രോമെട്രി എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന്, പീഡിയാട്രിക്സിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ്, നമ്മൾ സാധാരണ ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ 5-year-old child was taken to the emergency department with complaints of chest pain and abdominal pain. Which of the following is the best diagnostic evaluation for this condition? Okay. Option A is X-ray and USG. Option B is endoscopy. Option C is colonoscopy. Option D is rectal biopsy. അല്ലേ, നോക്കിയേ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണേ. നോക്കിയേ, 5-year-old ചൈൽഡ് ആണ് അല്ലെ, 5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. കുട്ടിയെ നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് അല്ലെ. നോക്കിയേ, എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ കാഷ്വാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. എന്ത് കംപ്ലൈന്റ് ആയിട്ടാണ് വന്നേക്കുന്നത്? നോക്കിയേ, വിത്ത് ചെസ്റ്റ് പെയിൻ ആസ് വെൽ ആസ് അബ്ഡോമിനൽ പെയിൻ അല്ലെ. പേഷ്യന് ചെസ്റ്റ് പെയിൻ ഉണ്ട്, അബ്ഡോമിനൽ പെയിൻ ഉണ്ട്. ആൾക്കാണ് 5 വയസ്സുള്ള കുട്ടി അല്ലെ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അല്ലെ. നോക്കിയേ, ബെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ നോക്കിയേ, ഇവിടെ നിങ്ങൾ 1-2 കാര്യങ്ങൾ ഓർക്കണേ. ഒന്ന്, 5 വയസ്സുള്ള കുട്ടിയാണ്, ഒരു കുഞ്ഞു കുട്ടിയാണ് അല്ലെ. അപ്പൊ കുട്ടിക്ക് ചെസ്റ്റ് പെയിനും അതുപോലെ അബ്ഡോമിനൽ പെയിനും വരുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് ഒരു കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സ്ക്രീനിങ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അല്ല, പകരം നോക്കി ബെസ്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ ചില ഡയഗ്നോസിസിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് നമ്മൾ ഒന്ന് പോകേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഡയഗ്നോസിസിലേക്ക് പോയതിനു ശേഷം നമ്മൾ അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിലേക്ക് നമ്മൾ പോകണം കേട്ടോ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. നോക്കി, ഓപ്ഷൻ എ എക്സ്റേ ആൻഡ് USG അല്ലെ. എന്താ എക്സ്റേ ആൻഡ് USG? അപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കുന്നതിനാണ് ചെസ്റ്റ് സംബന്ധിച്ച, നമ്മുടെ ലങ്സ് സംബന്ധിച്ച എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുക, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുക യൂഷ്വലി. അല്ലാണ്ട് നമ്മൾ ഈ ഒരു അബ്ഡോമിനൽ പെയിന് എക്സ്റേ നമുക്ക് എടുക്കാം, ഒരു സ്ക്രീനിങ് ആയിട്ട് എടുക്കാം, പകരം അതൊരു കൺഫർമേറ്ററി ഡയഗ്നോസിസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷന് വേണ്ടി നമ്മൾ ഒരിക്കലും എക്സ്റേയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ USG നമ്മൾ എടുക്കാറില്ല അല്ലെ. രണ്ടാമത്തെ നോക്കിയാൽ എൻഡോസ്കോപ്പി. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ നോക്കിയാൽ എൻഡോസ്കോപ്പി. ഇവിടെ പറയുന്നുണ്ട് കുഞ്ഞിന് എന്താ ചെസ്റ്റ് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിനും ഉണ്ട് അല്ലേ. സോ സാധാരണ നമുക്ക് അപ്പർ GI അല്ലെ, നമ്മുടെ ഈസോഫേഗസിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമുക്ക് യൂഷ്വലി ഒരു എൻഡോസ്കോപ്പി ചെയ്യാം. അല്ല പോട്ടെ, നമ്മുടെ സ്റ്റൊമക്ക് വരെയും നമുക്ക് എൻഡോസ്കോപ്പി വെച്ചിട്ട് ചെയ്യാം അല്ലെ. എൻഡോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് നോക്കാം. താഴേക്ക് ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി എൻഡോസ്കോപ്പി നമ്മൾ ചെയ്യാറില്ല അല്ലെ. നോക്കിയേ, ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ കൊളോണോസ്കോപ്പി. കുഞ്ഞിന് ചെസ്റ്റ് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ അബ്ഡോമിനൽ പെയിനും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ ഓക്കെ കൊളോണോസ്കോപ്പി ചെയ്യാം, പക്ഷേ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ നോക്കണം അല്ലെ. അപ്പം നോക്കിയാൽ നമുക്ക് അവിടെ പെൻഡിങ്ങിൽ വെക്കാം. പിന്നെ ലാസ്റ്റ് പറഞ്ഞു നോക്കി റെക്ടൽ ബയോപ്സി അല്ലെ. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എന്താണ്, എപ്പോഴും ഒരു ബയോപ്സിയിലേക്ക് പോകേണ്ടി വരും അല്ലെ. അപ്പൊ എന്തായിരിക്കും ഇതൊരു ഡയഗ്നോസിസ് എന്നൊരു ഐഡിയ ഉണ്ടോ? അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ സാധാരണ കേട്ടിട്ടുള്ള ഒരു ഡിസീസാണ് ഹിഷ്പ്രിങ്സ് ഡിസീസ് അല്ലെ. ഹിഷ്പ്രിങ്സ് ഡിസീസ് അല്ലെങ്കിൽ കൺജനൈറ്റൽ എ ഗാംഗ്ലിയോണിക് മെഗാകോളൻ എന്ന് പറയും അല്ലെ. ഹിഷ്പ്രിങ്സ് ഡിസീസ് അല്ലെങ്കിൽ ടോക്സിക് കൺജനൈറ്റൽ എ ഗാംഗ്ലിയോണിക് മെഗാകോളൻ എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ഇൻഡസ്ട്രിയിലേക്ക് നെർവ് സപ്ലൈ പ്രോപ്പറായിട്ട് പോകുന്നുണ്ടാവില്ല. പ്രോപ്പറായിട്ട് നെർവ് സപ്ലൈ പോകാത്തത് കൊണ്ട് കുഞ്ഞിന് സ്റ്റൂൾ പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റെക്ടൽ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് കൺജനൈറ്റൽ ടോക്സിക് എ ഗാംഗ്ലിയോണിക് മെഗാകോളൻ അല്ലെങ്കിൽ ഹിഷ്പ്രിങ്സ് ഡിസീസ് ഉണ്ടോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി റെക്ടൽ ബയോപ്സി ആണ് കേട്ടോ. ക്ലിയർ? നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The nurse is assessing an infant with pyloric stenosis അല്ലെ. നോക്കിയാൽ ഇൻഫന്റിന് എന്ത് അസുഖം, എന്ത് ഡയഗ്നോസിസ് വന്നിരിക്കുന്നത്? പൈലോറിക് സ്റ്റെനോസിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു നോട്ട് അല്ലെ. ഇതില് ഏതൊരു സിംറ്റം ആണ് നമ്മൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ട് വരിക? നോക്കിയേ, ഓപ്ഷൻ ഈസ് കറന്റ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ, ഓപ്ഷൻ ബി ഈസ് swallowing difficulty, ഓപ്ഷൻ സി ഈസ് ഡയേറിയ, ഓപ്ഷൻ ഡി ഈസ് പ്രൊജക്ടൈൽ വോമിറ്റിംഗ് അല്ലെ. നമുക്കറിയാം പൈലോറിക് സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുഞ്ഞിന്റെ
സ്റ്റൊമക്ക് അല്ലെ, കുഞ്ഞിന്റെ സ്റ്റൊമക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. സ്റ്റൊമക്കിന്റെ ഈ ഒരു എൻ പോർഷൻ ആണ് നമ്മൾ പൈലോറസ് എന്ന് പറയുക. സോ പൈലോറിക്കിൽ എന്താണ് സിനോസിസ് അവിടെ നാരോയിങ് ആണ്. അപ്പൊ അത് കാരണം സ്റ്റൊമക്ക് പാസ് ചെയ്തിട്ട് കണ്ടന്റ്സ് താഴേക്ക് പോകത്തില്ല അല്ലെ. നോക്കി, അപ്പൊ ഇങ്ങനെയാണ് നമുക്കൊരു ഏകദേശം ഒരു സ്റ്റൊമക്ക് വരിക. ഓക്കെ, ഈ ഒരു പൈലോറസും അവിടെ സ്റ്റിനോസിസ് അവിടെ നാരോയിങ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാസ് ചെയ്തിട്ട് എന്താ കണ്ടന്റ് താഴേക്ക് പോകത്തില്ല അല്ലെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക നോക്കിയേ, കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പൈലോറി സിനോസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് താഴേക്ക് പോകാനുള്ള സാധ്യത പോകും. പക്ഷെ വളരെ കുറച്ച് കണ്ടന്റ്സ് മാത്രമേ അത് പാസ് ചെയ്ത് താഴേക്ക് പോകത്തുള്ളൂ. പോയാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. സോ ഒരു കറണ്ട് ജെല്ലി ലൈക്ക് സ്റ്റൂൾ അല്ല ഇവിടെ വരിക അല്ലെ പൈലോറിക് സിനോസിസിൽ. ഓപ്ഷൻ ബി സ്വോളോയിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകും. ഡിസ്ഫേജി ഉണ്ടാകില്ല, പക്ഷെ എന്താണ് ഒരുപാട് ഫുഡ് കഴിക്കാൻ പറ്റില്ല അല്ലെ. സ്വോളോയിങ് ഡിഫിക്കൽറ്റി ഇവിടെ പ്രൈമറിലി ഉണ്ടാവില്ല. ഓപ്ഷൻ സി നോക്കി, ഡയറി ഉണ്ടാവോ? കാരണം ഫുഡ് വളരെ കുറച്ച് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈലോറി സിനോസിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം, ഡയറി ഉണ്ടാവില്ല അല്ലെ. ഓപ്ഷൻ ഡി നോക്കിയാൽ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് അല്ലെ. അതായത് ഇവിടെ ഒരു നാരോയിങ് ഉള്ളത് കൊണ്ട്, ഇവിടെ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് വാട്ട് എവർ കണ്ടന്റ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ സ്റ്റൊമക്ക് അല്ലെ, സ്റ്റൊമക്കിലുള്ള എന്ത് കണ്ടന്റ് ആണെങ്കിലും എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വോമിറ്റ് ചെയ്ത് പോകും അല്ലെ. അതിന് നമ്മൾ എന്താ പറയുക, അതിന് നമ്മൾ പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് എന്ന് പറയുക. അപ്പൊ നോക്കി, ഇവിടെ പൈലോറി സിനോസിസ് ഉള്ള ഒരു പേഷ്യന്റ് എന്ത് സിംറ്റം ആയിരിക്കും കാണുക? യെസ്, പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആയിരിക്കും കാണുക കേട്ടോ. നോക്കി, ഈ ഒരു ഡയഗ്രാം കൂടെ വെച്ച് നമുക്ക് നോക്കാവേ. നോർമൽ സ്റ്റൊമക്കും പൈലോറി സിനോസിസ് ഉള്ള സ്റ്റൊമക്കും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ. നോക്കി, യെസ്, നോക്കി, ഇതാണ് ഒരു നോർമൽ സ്റ്റൊമക്ക് എന്ന് പറയാം. നോക്കി, നമ്മുടെ ഇസോഫാഗസ് ആണ്, നമ്മുടെ സ്റ്റൊമക്ക് ആണ്, ഇത് നമ്മുടെ ഡിയോഡിനം ആണ്. സോ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് എന്ത് വരിക, ഇത് നോർമൽ ആണ്. ഈ ഒരു ഏരിയയിലാണ് ഇതുപോലെ നോക്കി സ്ട്രക്ചർ അല്ലെങ്കിൽ നാരോയിങ് വരിക. അതിനാണ് നമ്മൾ എന്ത് പറയുക, പൈലോറി സിനോസിസ് എന്ന് പറയുക. ഇവിടെ നമ്മൾ ഒരു സർജറി ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇതിന്റെ മാനേജ്മെന്റിന് നമ്മൾ സർജറി ചെയ്യേണ്ടതായിട്ട് വരും. എന്താണത്? ഫ്രെഡഡ് റാംസ്റ്റഡ് പൈലോറോമയോട്ടമി എന്ന് പറയും അല്ലെ. ഫ്രെഡഡ് റാംസ്റ്റഡ് പൈലോറോമയോട്ടമി എന്ന് പറയുന്ന ഒരു സർജറി നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഓർക്കേണ്ടത്, പൈലോറി സിനോസിസ് വരുമ്പോൾ പേഷ്യന്റ് യൂഷ്വലി പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ഉണ്ടാകും. ക്ലിയർ? നെക്സ്റ്റ് നോക്കി, എ 65-year-old patient in ICU due to patient's poor nutrition, doctor has ordered TPN അല്ലെ. total parenteral nutrition ഓർഡർ ചെയ്തു. It should be administered over 14 to 16 hours slowly അല്ലെ. അത് ഈ TPN എന്ന് പറയുന്നത് ഒരു 14 to 16 hours എടുത്തിട്ട് സ്ലോ ആയിട്ട് വേണം ഇൻഫ്യൂസ് ചെയ്ത് പോകാനായിട്ട്. Which one of the following is proper technique of administration to give it accurately? ആക്യുറേറ്റ് ആയിട്ട് ഈ പറയുന്ന TPN 14 മുതൽ 16 മണിക്കൂർ വരെ സമയം എടുത്ത് വേണം ഇത് ഇൻഫ്യൂഷൻ ആയിട്ട് പോകാനായിട്ട്. അപ്പൊ ആക്യുറേറ്റ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ടെക്നിക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IV സെറ്റ്, ഓപ്ഷൻ ബി IV സെറ്റ് വിത്ത് ഡ്രിപ്പ് ചേംബർ, ഓപ്ഷൻ സി സിറിഞ്ച് പമ്പ്, ഓപ്ഷൻ ഡി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെറ്റ്. ഏതായിരിക്കാം? ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് TPN അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? യെസ്, വേറെ ഡൗട്ടിന്റെ ഒന്നും കാര്യമില്ലല്ലോ. ഇൻഫ്യൂഷൻ പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് പമ്പ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിറിഞ്ച് പമ്പ് വേണം നമ്മൾ പേഷ്യന്റിന് കൊടുക്കാനായിട്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയേ, a patient has poor nutrition status, doctor has ordered TPN. Same, നേരത്തെ പോലെ തന്നെ ഏകദേശം. Which of the following nurse should monitor every hourly കേട്ടോ. അതായത് പേഷ്യന്റിന് TPN പോകുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അവേർലി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള പാരാമീറ്റർ എന്താണ്? യെസ്, നോക്കിയാൽ ഓപ്ഷൻ എ ബ്ലഡ് ഷുഗർ ലെവൽ, ബി ബ്ലഡ് പ്രഷർ, സി ഈസ് ഹാർട്ട് റേറ്റ്, ഓപ്ഷൻ ഡി പൾസ് റേറ്റ്. എന്തായിരിക്കാം? നോക്കിയേ, TPN നമുക്കറിയാം. TPN എന്താ കൂടുതലായിട്ടുള്ളത്? TPN ബേസിക്കലി ഷുഗേഴ്സ് ഉണ്ട് അല്ലെ, ഗ്ലൂക്കോസ് ഉണ്ടാകും, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിൽ ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം TPN കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് സിറിഞ്ച് പമ്പ് അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ പമ്പ് വെച്ചിട്ട് നമ്മൾ TPN അഡ്മിനിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താണ്? കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ പേഷ്യന് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകും. കുറവ് മാത്രമേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവേർലി എന്ത് മോണിറ്റർ ചെയ്യണം? TPN ഉള്ള പേഷ്യന്റ് നമുക്ക് അവേർലി ബ്ലഡ് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ബ്ലഡ് ഷുഗർ ലെവൽസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഈസ് ഗിവിംഗ് എഡ്യൂക്കേഷൻ ടു എ ഗ്രൂപ്പ് ആഫ്റ്റർ ഹിപ്പ് ഫ്രാക്ചർ, ഹൗ ടു ട്രാൻസ്ഫർ പേഷ്യന്റ് ടു ദ ഹോസ്പിറ്റൽ. അത് സെന്റൻസ് അത്രയും അങ്ങോട്ട് ഒരു കറക്റ്റ് അല്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഈ അടുത്തിടയ്ക്ക് ചോദിച്ച കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മെമ്മറി ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ പിന്നെ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് എടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് നോക്കിയാൽ വിച്ച് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് കറക്റ്റ്. അതായത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ് ഒരു ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. സോ അവിടെ അങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ്? ഹിപ്പ് ഫ്രാക്ചർ വന്ന പേഷ്യന്റ് നമ്മൾ എങ്ങനെ കെയർ ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും ഹോസ്പിറ്റലിലേക്ക്. സോ എന്താണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ?
Option A, use of splint should be done and then transfer the patient. Option B, give only passive exercise. Option C, both active and passive exercise should be given. Option D, ask the patient to walk with the help of assistance. നോക്കിയേ, ഈ ഫ്രാക്ചർ ആണ്, തൊണ്ടയെല്ലിന്റെ പേഷ്യന്റ് ഫ്രാക്ചർ വന്ന് നിൽക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിയേ, ഓപ്ഷൻ ബി നോക്കിയേ, നിങ്ങൾക്ക് എക്സസൈസ് കൊടുക്കാൻ പറ്റുമോ പേഷ്യന്റ്? ആ ട്രാൻസ്ഫർ ചെയ്യേണ്ട പേഷ്യന്റ് ആണ്, പേഷ്യന്റ് നല്ല പെയിൻ ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഈ ഒരു ഹിപ്പ് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസിലൊക്കെ ഒരു സ്പാസം ഉണ്ടാവും അല്ലേ? സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഒരിക്കലും ഒരു തരത്തിലുള്ള എക്സസൈസും കൊടുക്കരുത്. ഈവൻ പാസീവ് എക്സസൈസ് കൊടുക്കരുത്, അല്ലെങ്കിൽ ആക്റ്റീവ് എക്സസൈസും കൊടുക്കരുത്, രണ്ടും കൊടുക്കരുത്. പിന്നെ നോക്കി നാലാമത്തത്, ആസ് എ പേഷ്യന്റ് ടു വാക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസിസ്റ്റൻസ്. പേഷ്യന്റ് നടക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ നടക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്, വി ഹാവ് ടു സ്പ്ലിന്റ് ദ പേഷ്യന്റ് അല്ലേ? സ്പ്ലിന്റിങ് ഷുഡ് ബി ഡൺ ആൻഡ് ദെൻ യു ഹാവ് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് കേട്ടോ. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് പേഷ്യന്റിനെ ഇമ്മൊബിലൈസ് ചെയ്യണം. കാരണം ഈ ഒരു ഹിപ്പ് ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മസിൽസ് ഒക്കെ സ്പാസ്മാണ്. സോ ആ മസിൽസ് ഒക്കെ ഓൾറെഡി ഇൻജൂർഡ് ആയിരിക്കും. സോ പേഷ്യന്റിന് യാതൊരു മൂവ്മെന്റും വരുത്താതെ ആ ഏരിയ സ്പ്ലിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യന്റ് പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കി, എ ന്യൂ ബോൺ ഷോയിങ് സ്മോൾ വൈറ്റ് ലംപ് ഓവർ നോസ് കേട്ടോ. എനിക്ക് ഒരു ന്യൂ ബോൺ ആണ്, ഒരു കുഞ്ഞു കുട്ടിയാണ്, ജനിച്ചേ ഉള്ളൂ. സോ കുഞ്ഞിന് എന്താണ്, നോസിൽ ഒരു വൈറ്റ് ബംപ് കാണുന്നുണ്ട്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? അതിന് നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ ഈസ് ലാനുഗോ, ഓപ്ഷൻ ബി ഈസ് മെലിയ, ഓപ്ഷൻ സി ഈസ് വേർണിക്സ് കാസിയോസ, ഓപ്ഷൻ ഡി ഈസ് മംഗോളിയൻ സ്പോട്സ്. എന്തായിരിക്കും ന്യൂ ബോൺ ഉണ്ടാകുന്ന ഒരു സ്മോൾ വൈറ്റ് ബംപ് ഓവർ ദ നോസ്? അതിന് നമ്മൾ എന്താ പറയുക? യെസ്, എന്താണ് നോക്കി, ലാനുഗോ. എന്താണ് ലാനുഗോ? ലാനുഗോ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കാണുന്ന സ്മോൾ ബോഡി ഹെയർസിനെയാണ് നമ്മൾ ലാനുഗോ എന്ന് പറയുക. വേർണിക്സ് കേസിയോസ എന്താണത്? അതായത് ലൈക്ക് ഒരു നമ്മുടെ ഒരു വാക്സി പോലെയുള്ള ഒരു ലെയർ കുഞ്ഞിന്റെ ന്യൂ ബോണിന്റെ ദേഹത്തൊക്കെ ഉണ്ടാവും അല്ലേ? സോ അതിനാണ് നമ്മൾ വേർണിക്സ് കേസിയോസ എന്ന് പറയുക. ഓപ്ഷൻ മംഗോളിയൻ സ്പോട്സ് എന്താണ്? മംഗോളിയൻ സ്പോട്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഡാർക്ക് കളേർഡ് സ്പോട്സ് ആണ്, കുഞ്ഞിന്റെ ബട്ടക്സിലൊക്കെ ഉണ്ടാകുന്ന സ്പോട്സിനാണ് നമ്മൾ എന്ത് പറയുക? മംഗോളിയൻ സ്പോട്ട് എന്ന് പറയുക അല്ലേ? അപ്പൊ എന്തായിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി മിലിയ ആണ്, സ്മോൾ വൈറ്റ് ബംപ് അല്ലെ? സ്മോൾ വൈറ്റ് ബംപ് ഓവർ ദ നോസ്. നമ്മൾ എന്താ പറയുക അതിനെ? നമ്മളതിനെ മിലിയ എന്നാണ് പറയുക കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ? അതിന്റെ ഇമേജ് ഒന്ന് കാണിച്ചു തരാവേ. നോക്കി, ഇതാണ് യൂഷ്വലി ലാനുഗോ, അതായത് ഒരു ചെറുതായിട്ട് കാണുന്ന ഒരു ബോഡി ഹെയർസ്. മിലിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സംഗതിയാണ്. ഇതെന്താണ്? വേർണിക്സ് കേസിയോസ അല്ലെ? ഇത് വേർണിക്സ് കേസിയോസ ആണ്. ഈ കാണുന്നതാണ് നമ്മുടെ എന്താ മംഗോളിയൻ സ്പോട്ട് എന്ന് പറയുക. ഡാർക്ക് കളേർഡ് സ്പോട്ടിനാണ് നമ്മൾ മംഗോളിയൻ സ്പോട്ട് എന്ന് പറയുക. ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാൻ. നോക്കി, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിറോഫ്താൽമിയസ് കോസ്ഡ് ബൈ വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി കേട്ടോ. ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് യൂഷ്വലി എന്തുണ്ടാവുക? സിറോഫ്താൽമിയ ഉണ്ടാവുക. നോക്കിയാൽ ഓപ്ഷൻ എ ഈസ് വൈറ്റമിൻ B12, ബി ഈസ് വൈറ്റമിൻ എ, സി ഈസ് വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി ഈസ് വൈറ്റമിൻ ഡി. എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സിറോഫ്താൽമിയ ഉണ്ടാകുക? എന്താണ്? യെസ്, അതിന്റെ യാതൊരു ഡൗട്ടിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി ആണ്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് സിറോഫ്താൽമിയ ഉണ്ടാവുക അല്ലെ? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് എന്താ ഉണ്ടാകുക? യെസ്, സ്കർവി ഉണ്ടാവും അല്ലെ? വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് സ്കർവി ഉണ്ടാവും. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് എന്തുണ്ടാകും? റിക്കറ്റ്സ് ഉണ്ടാകും അല്ലെ? റിക്കറ്റ്സ് ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, എ പേഷ്യന്റ് ഹാസ്, വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ആൻസർ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നോക്കിയേ, പേഷ്യന്റ് ഹാസ് HB 7.4 കേട്ടോ. പേഷ്യന്റ് ഹീമോഗ്ലോബിൻ 7.4 ആണ്. ഡോക്ടർ ഹാസ് ഓർഡർഡ് 1 pint of PCV കേട്ടോ, packed cell volume to transfuse. Nurse has issued 1 PCV for the patient from blood bank and has checked blood bank details with senior staff and doctor കേട്ടോ. നേഴ്സ് എന്ത് ചെയ്യുന്നു? ഒരു PCV പേഷ്യന്റ് കൊടുത്തു, എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. ബിഫോർ സ്റ്റാർട്ടിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ദ പേഷ്യൻസ് വൈറ്റൽ പാരാമീറ്റേഴ്സ് ആർ ആസ് ഫോളോസ് കേട്ടോ. പേഷ്യന്റ് വൈറ്റൽ സൈൻസ് ബിഫോർ ട്രാൻസ്ഫ്യൂഷൻ എത്രയാണ് നോക്കി, ശ്രദ്ധിച്ച് കേൾക്കണേ. ടെമ്പറേച്ചർ 97.6, ഹാർട്ട് റേറ്റ് 78 beats per minute, BP 125/71 millimeters of mercury, റെസ്പിറേറ്ററി റേറ്റ് നോക്കിയേ 19 breaths per minute, SpO2 is 100. മീൻസ് എന്താണ്? എല്ലാ പാരാമീറ്റേഴ്സും നോർമൽ ആണ് ബിഫോർ ദ ട്രാൻസ്ഫ്യൂഷൻ. നോക്കിയേ, ഇനി സിനാരിയോ മാറുന്നുണ്ട്. സിനാരിയോ എങ്ങനെ മാറുക നോക്കിയേ? ആഫ്റ്റർ ട്രാൻസ്ഫ്യൂഷൻ, ആഫ്റ്റർ 15 minutes ഓഫ് സ്റ്റാർട്ടിംഗ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് 15 minutes കഴിഞ്ഞപ്പോഴത്തേക്ക് പേഷ്യന്റ് സ്റ്റാർട്ടഡ് ഹാവിംഗ് ഷിവറിംഗ്. പേഷ്യന്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഷിവറിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഫോളോയിങ് ദ വൈറ്റൽ പാരാമീറ്റേഴ്സ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യന്റ് വൈറ്റൽ പാരാമീറ്റേഴ്സ് നോക്കിയേ, ടെമ്പറേച്ചർ ഹാസ് ഗോട്ട് ഇൻക്രീസ് ടു 100 degree Fahrenheit അല്ലേ? ടെമ്പറേച്ചർ 100 degree Fahrenheit ആയിട്ട് ഇൻക്രീസ് ആയി. ഹാർട്ട് റേറ്റ് 99 ആയിട്ട് ഇൻക്രീസ് ആയി. റെസ്പിറേറ്ററി റേറ്റ് 19 ആയിരുന്നത് 25 breaths per minute ആയി. BP 125/71 ആയിരുന്നത് 149/90 ആയി. SpO2 100 ആയിരുന്നത് 95 ആയി അല്ലേ? വാട്ട് ഈസ് എ നഴ്സിംഗ് ആക്ഷൻ? ഇവിടെ പാരാമീറ്റേഴ്സ് ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്, കൂടാതെ ടെമ്പറേച്ചറും ഇൻക്രീസ് ആയല്ലേ? സോ നോക്കിയേ, എന്തായിരിക്കും ഇവിടെ പ്രയോറിറ്റി ആക്ഷൻ ആയിട്ട് വരിക? നോക്കിയേ, ഓപ്ഷൻ ഈസ് ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ഇൻഫോം ദ ഡോക്ടർ.
Option B, continue transfusion and document the changes. Option C, give IV paracetamol without doctor's order. Option D, monitor vital signs and continue transfusion. Inform doctor only if continuous fever spike. എന്താണ് ഇവിടെ ഒരു അക്യൂട്ട് ആയിട്ടുള്ള നോൺ ഹിമോലിറ്റിക് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ റിയാക്ഷൻ ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ. അതായത് പേഷ്യന് ഹിമോലൈസിസ് സംഭവിച്ചില്ല, പക്ഷെ അവിടെ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പേഷ്യന് ഫീവർ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയത് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലേ. നമ്മൾ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ത് ചെയ്യുക? ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. then we have to inform the doctor. Okay, option A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കിയേ, അഗൈൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. patient develops anaphylactic shock കേട്ടോ. പേഷ്യന് anaphylactic shock ഡെവലപ്പ് ചെയ്തു ഡ്യൂറിങ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പേഷ്യന് anaphylactic ഷോക്ക് ഉണ്ടായി ഡെവലപ്പ് ചെയ്തു. വാട്ട് ഇസ് ദ ഫസ്റ്റ് നഴ്സിംഗ് ആക്ഷൻ? അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന നഴ്സിംഗ് ആക്ഷൻ എന്താണ്? ഓപ്ഷൻ എ, കോൾ ദ ഡോക്ടർ. ബി, അഡ്മിനിസ്റ്റർ എപ്പിനെഫ്രിൻ. C, give oxygen. Option D, stop the medication and inform the doctor. എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയേ, അവിടെ ഒരു അനഫൈലാക്ടിക് റിയാക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ, ഒരു അലർജിക് റിയാക്ഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. സോ അലർജിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഹാവ് ടു സ്റ്റോപ്പ് ദ മെഡിക്കേഷൻ ആൻഡ് ഇൻഫോം ദ ഡോക്ടർ അല്ലേ. പേഷ്യന്റ് എന്താണ് പൊക്കൊണ്ടിരിക്കുക കേട്ടോ, എന്താണ് പൊക്കൊണ്ടിരിക്കുക, എന്ത് മെഡിസിൻ ആണോ എന്താണ് പൊക്കൊണ്ടിരിക്കുക, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരിക, ആദ്യത്തെ നഴ്സിംഗ് ആക്ഷൻ ആയിട്ട് വരിക. Clear? Next week, a evening duty staff has taken handover from morning duty staff taking care of a TB patient. After handover, nurse has worn gown, gloves, gown ഉണ്ട്, gloves ഉണ്ട്, cap ഉണ്ട്, shoe cover ഉണ്ട്, and is going to enter TB patient's room. And the junior nurse observes this. Junior nurse observes this. What should the junior nurse tell to the allocated nurse? കേട്ടോ, നേഴ്സ് ആ റൂമിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് നിൽക്കുന്ന ആ സ്റ്റാഫിനോട് എന്താ പറയേണ്ടത്? പേഷ്യന്റ് TB പേഷ്യന്റ് കെയർ കൊടുക്കാൻ പോകുന്ന ആളാണ്. ഗൗൺ ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, ക്യാപ്പ് ഉണ്ട്, ഷൂ കവർ ഉണ്ട് കേട്ടോ. എന്താണ് പറയുക? ഓപ്ഷൻ എ, ആസ്ക് ദ സ്റ്റാഫ് ടു യൂസ് മാസ്ക്. Option B, ask the staff to again do hand washing before entering patient room. Option C, tell the staff that she has worn PPE so she can enter the patient room. Option D, ask the staff to use hand rub before touching patient surroundings. അല്ലേ, പേഷ്യന്റ് എല്ലാ PPEയും ഉണ്ട് അല്ലേ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എല്ലാം ഉണ്ട്. എന്നിട്ട് പേഷ്യന്റ് അകത്തേക്ക് കയറാൻ പോകണം. എന്താണ് TB പേഷ്യന്റ് റൂമിലേക്ക് കയറാൻ പോകുന്ന നഴ്സിനോട് പറയാനായിട്ടുള്ളത്? എന്താണ്? പേഷ്യന്റ് എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണ് അല്ലേ. TB പേഷ്യന്റ് ആണ്. TB എന്ന് പറയുന്നത് ഒരു എയർബോൺ ഡിസീസ് ആണ് അല്ലേ, ഒരു എയർബോൺ ഡിസീസ് ആണ്. സോ അതുകൊണ്ട് പേഷ്യന്റ് എന്ത് ചെയ്യണം? പേഷ്യന്റ് ഇല്ല, സോറി, നഴ്സ് എന്ത് ചെയ്യണം? എമർജൻസി ആയിട്ടുള്ള നഴ്സ് ഉറപ്പായിട്ടും ഈ പറയുന്ന മാസ്ക് ധരിച്ചിരിക്കണം അല്ലെ. ഷീ ഹാസ് ടു വെയർ ദ മാസ്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആസ്ക് ദ സ്റ്റാഫ് ടു യൂസ് ദ മാസ്ക്. കാരണം മാസ്ക് ഈ പറയുന്ന PPEയിൽ മിസ്സിംഗ് ആണ്. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. സോ നോക്കിയേ, നമ്മൾ ഇന്ന് ഇത്രയാണ്. ഏകദേശം എനിക്ക് 10 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. ഇത് റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു കുവൈറ്റ് പ്രോമെട്രിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിയേ, അത്യാവശ്യം നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ കേട്ടോ, ഫസ്റ്റ് ചാൻസിൽ തന്നെ നമുക്ക് 100% ഉറപ്പോടുകൂടി എക്സാം പാസ് ആകാനായിട്ട് കഴിയും. നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ എല്ലാ പ്രോമെട്രിക് എക്സാംസിന്റെയും കോച്ചിങ് നടക്കുകയാണ്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്താ നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുക കേട്ടോ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.